MGM റേഡിയോ ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ RJ ഷിഫാൻ, 11A പഠിക്കുന്നു. ഇന്ന് ജൂലൈ 26, ഫ്രാൻസിലെ പാരീസിൽ വെച്ച് വിശ്വകായിക മേളയായ ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുന്നു. ഒളിമ്പിക്സ് പ്രാചീന ഗ്രീസിലായിരുന്നു ആരംഭിച്ചത്. പ്രാചീന ഒളിമ്പിക്സിനെ ഒന്നാം തലമുറ ഒളിമ്പിക്സ് എന്ന് വിശേഷിപ്പിക്കാം. 1896 ഗ്രീസിലെ ഏഥൻസ് ഒളിമ്പിക്സ് ആണ് ആധുനിക ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുന്നത്. ഒളിമ്പിക് ചിഹ്നത്തിൽ 5 വ്യത്യസ്ത നിറങ്ങളിലുള്ള 5 വളയങ്ങൾ ഉൾപ്പെടുന്നു. നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളുടെ യൂണിയനെ പ്രതീകപ്പെടുത്തുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ ഒളിമ്പിക്സ് ഒരു ആഗോള കായിക മഹോത്സവമായി വളർന്നു. കായിക പ്രതിഭകൾക്ക് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനും രാജ്യത്തെ പ്രതിനിധീകരിക്കാനും ഒളിമ്പിക്സിലൂടെ അവസരം ലഭിക്കുന്നു. പാരീസ് ആതിഥേയത്വം വഹിക്കുന്ന 3ാമത്തെ ഒളിമ്പിക് ഗെയിംസ് ആണ് 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ പാരീസിലെ ഐഫൽ ടവറിനും ഷെൻ നദീതീരത്തിനും സമീപത്തുള്ള വിവിധ വേദികളിൽ മത്സരങ്ങൾ അരങ്ങേറുന്നു. തുറന്ന വേദിയിൽ വെച്ച് ഒളിമ്പിക്സ് ഉദ്ഘാടനം നടക്കുന്നു എന്ന പ്രത്യേകത ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിനുണ്ട്. നൂതന സാങ്കേതിക വിദ്യകളും പുനരുപയോഗ വസ്തുക്കളും ഉപയോഗിച്ചുള്ള നിർമ്മാണം, കാർബൺ ട്രാക്കിംഗ് തുടങ്ങിയ വാശിയേറിയ ആശയങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ത്യ ഒളിമ്പിക്സിൽ 1948 സമ്മർ ഒളിമ്പിക്സിൽ ഗ്രേറ്റ് ബ്രിട്ടനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ഹോക്കി ടീം ആദ്യ സ്വർണ്ണ മെഡൽ നേടി. ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡലായിരുന്നു ഇത്. 1952 ഗുസ്തി താരം KT ജാദവ് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യ വ്യക്തിഗത മെഡൽ നേടി. 1980 സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി ടീം 8ാം ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടി. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ടെന്നീസിലെ ഇന്ത്യയുടെ ആദ്യത്തെയും ഒരേ ഒരു മെഡലുമായ വെങ്കല മെഡൽ നേടി ലിയാൻഡർ പേസ് ഇന്ത്യക്ക് അഭിമാനമായി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ വെങ്കല മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി കർണം മല്ലേശ്വരി മാറി. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ വെള്ളി മെഡൽ ജേതാവായി ഷൂട്ടർ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് മാറി. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണ്ണ മെഡൽ ജേതാവായി അഭിനവ് ബിന്ദ്ര. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലായിരുന്നു ഈ നേട്ടം. 2008 വെങ്കലവും 2012 വെള്ളിയും നേടി രാജ്യത്തെ ഒന്നിലധികം വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരമായി സുശീൽ കുമാർ മാറി. ബാഡ്മിന്റണിലെ ആദ്യ മെഡൽ ജേതാവായി സൈന നെഹ്വാൾ തുടക്കം കുറിച്ചപ്പോൾ വെള്ളി, വെങ്കല മെഡൽ നേട്ടത്തോടെ PV സിന്ധു ഒന്നിലധികം വ്യക്തിഗത മെഡൽ നേടുന്ന നിലവിലെ ഒരേ ഒരു ഇന്ത്യൻ വനിതാ കായിക താരമായി. ബോക്സിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം മേരി കോമാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ 87.58 മീറ്റർ ദൂരം എറിഞ്ഞുകൊണ്ട് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ CK ലക്ഷ്മണൻ 1924 പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ഇറങ്ങിയതിന്റെ 100ാം വാർഷികമാണിത്. ഇവരെ കൂടാതെ തന്നെ ഒട്ടേറെ കായിക താരങ്ങൾ ഇന്ത്യക്കായി മെഡലുകൾ നേടി ചരിത്രം സൃഷ്ടിച്ചു. മലയാളികൾക്ക് അഭിമാനമായി അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ PT ഉഷയും മലയാളിയായ ആദ്യ മെഡൽ ജേതാവ് മാനുവൽ ഫ്രെഡറിക്കും 2020 വെങ്കല മെഡൽ ജേതാവും മുൻ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനുമായിരുന്ന നിലവിലെ ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ PR ശ്രീജേഷും തുടങ്ങി അനേകം കായിക താരങ്ങൾ നമുക്ക് അഭിമാനമാണ്. പാരീസ് ഒളിമ്പിക്സിനായി 206 രാജ്യങ്ങളിൽ നിന്ന് 10,714 കായിക താരങ്ങൾ എത്തും. 32 കായിക ഇനങ്ങളിലായി 329 മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. 117 അംഗ സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാരീസിൽ എത്തിയിരിക്കുന്നത്. ടേബിൾ ടെന്നീസ് ഇതിഹാസം ശരത് കമലും
ബാഡ്മിന്റൺ വനിതാ സൂപ്പർ താരം PV സിന്ധുവും ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ പതാക കയ്യിലേന്തുന്നത്. നീരജ് ചോപ്ര, ഇന്ത്യൻ ഹോക്കി ടീം, ബാഡ്മിന്റൺ, ഗുസ്തി തുടങ്ങിയവയെല്ലാം ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷകളാണ്. ഇന്ത്യൻ ദേശീയ പതാക വാനിൽ പാറിപ്പറത്താൻ ഇവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഷിഫാൻ.